എൻ്റെ അഭിപ്രായം സിസ്റ്റത്തിൻ്റെ പിഴവാണ്. പക്ഷേ ഇത് സിസ്റ്റത്തിൻ്റെ പിഴവാണ് എന്ന് പറയുന്നത് ഒരു തലയൂരിലാണ്. അത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കും. അത് നേരിട്ട് സർക്കാരിനെ ബാധിക്കുന്നില്ല എന്ന രൂപത്തിൽ. കാരണം ഇതിങ്ങനെയൊക്കെയാണ് ഈ സംവിധാനം പോകുന്നത്. അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ഒരു കുഴപ്പം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. മുൻപുള്ള സർക്കാരുകൾക്ക് തിരുത്താമായിരുന്നല്ലോ, മുമ്പും ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞൊരു ന്യായമല്ല. നമ്മൾ ഓരോ കാലത്തും ഓരോ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ആ മാറ്റം നടപ്പാക്കുക എന്നുള്ളതാണല്ലോ. പഴയ കാര്യങ്ങൾ തുടരാണെങ്കിൽ പുതിയൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ സിസ്റ്റത്തിന് ആത്യന്തികമായി ഒരു ഉത്തരവാദി ഉണ്ടാകും. ആ ഉത്തരവാദി എന്നുള്ളത് ഭരണകൂടം തന്നെയാണ്. അപ്പോൾ ഇതിന് ആരോഗ്യ വകുപ്പ് തന്നെയാണ് ആ സിസ്റ്റം തിരുത്തേണ്ടത്. ആ സിസ്റ്റം തിരുത്തുക എന്നുള്ളത് എവിടെ നിന്ന് എന്തൊക്കെ തിരുത്തണം എന്നുള്ളത് ഡോക്ടർ പറയുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ഇപ്പോൾ ഗതികെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ പറയാൻ ശ്രമിച്ചത്. അത് പറഞ്ഞ ഘട്ടത്തിൽ എങ്ങനെയാണ് ആദ്യം മന്ത്രി പ്രതികരിച്ചത്? ഇവിടെ നടന്ന ഓപ്പറേഷനുകളുടെ കണക്കൊക്കെ എടുത്ത് അതിനെ ഖണ്ഡിക്കാൻ ശ്രമിച്ചു. പക്ഷേ അങ്ങനെയല്ല. പൊതുബോധം എല്ലാവരും തന്നെ ഈ ഡോക്ടർക്കൊപ്പമാണ് എന്നും ഈ ഡോക്ടറെക്കുറിച്ച് ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഈ ഡോക്ടറെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ ഘട്ടത്തിലാണ് അത് മാറ്റി പറയാൻ തയ്യാറായത്. ഇത് മന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയ പരാതിയാണ്. 8 മാസം മുൻപ് തന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യമാണ്. അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല. ആദ്യം തന്നെ DMEയുടെ പ്രതികരണം വരുന്നു. ഇത് നാണക്കേടുണ്ടാക്കിയെന്ന് പറയുന്നു. വിശദീകരണം തേടുമെന്ന് പറയുന്നു. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുകയാണ് ഇങ്ങനൊരു പർച്ചേസിൻ്റെ കാര്യത്തിൽ ഒരു അനുമതി തന്നോട് ആവശ്യപ്പെട്ടില്ല എന്ന്. പ്രിൻസിപ്പലിനോടല്ല ആവശ്യപ്പെടുന്നത്, സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്.